ഹായ്, എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാത്ത ആരും തന്നെ ഇല്ല, അല്ലേ? നമ്മൾ പല പല സ്വപ്നങ്ങൾ കാണാറുണ്ട്. ചില സ്വപ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഇതങ്ങ് ഫലിച്ചിരുന്നെങ്കിൽ. ചില സ്വപ്നങ്ങൾ കണ്ടാൽ നമ്മൾ പേടിക്കും, അയ്യോ അങ്ങനെ നടക്കാതിരുന്നായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട്, അല്ലേ? ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്വപ്നത്തെക്കുറിച്ച് തന്നെയാണ്. അതും വെറും സ്വപ്നമല്ല, മരിച്ചവരെ സ്വപ്നം കണ്ടിട്ടുണ്ടോ? അതായത് മരിച്ചവരെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണ്. ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ. സ്വപ്ന ശാസ്ത്ര പ്രകാരമുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാവരും തന്നെ ഉറക്കത്തിൽ സ്വപ്നങ്ങൾ കാണാറുണ്ട്. അത്തരം സ്വപ്നങ്ങൾ ചിലത് നല്ലതും ചിലത് വളരെ മോശവുമായിരിക്കും. സ്വപ്നശാസ്ത്രം അനുസരിച്ച് ഓരോ സ്വപ്നത്തിനും ചില അർത്ഥങ്ങളുണ്ട്. ഓരോ സ്വപ്നവും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സൂചനകൾ നൽകുന്നുവെന്നാണ് സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സ്വപ്നത്തിൽ മരിച്ചുപോയവരെ കാണുന്നത് ഒരു പ്രത്യേക സൂചനയാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്നത് സ്വപ്നത്തിൽ നിങ്ങൾ പൂർവികരെ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മരിച്ചുപോയവരെ സ്വപ്നം കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. സ്വപ്നത്തിൽ പൂർവികരെ കാണുന്നു എങ്കിൽ അതിന്റെ അർത്ഥം സ്വപ്നശാസ്ത്രം അനുസരിച്ച് പൂർവികരെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭകരമായ സ്വപ്നമാണ്. ആരെങ്കിലും തൻ്റെ മരിച്ചുപോയ മാതാപിതാക്കളെ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ അത്തരമൊരു സ്വപ്നം വളരെ ശുഭസൂചകമാണ് എന്ന് പറയുന്നു. കരിയറിലും ജോലിയിലും പുരോഗതിയും നിങ്ങൾക്ക് ബഹുമാനവും ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണിത്. സ്വപ്നശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തി തൻ്റെ സ്വപ്നത്തിൽ മരിച്ചുപോയ ഒരു വ്യക്തിയെ കാണുകയും അവരെ അറിയുകയും ചെയ്യുന്നുവെങ്കിൽ ഈ സ്വപ്നം സൂചിപ്പിക്കുന്നത് അയാൾക്ക് ആ വ്യക്തിയുമായി ഇപ്പോഴും അടുപ്പമുണ്ടെന്നാണ്. ഇനി പൂർവികരെ സ്വപ്നം കണ്ടാൽ വിശ്വാസമനുസരിച്ച് നിങ്ങളുടെ സ്വപ്നത്തിൽ പൂർവികരെ നിങ്ങൾ ആവർത്തിച്ച് കാണുന്നുവെങ്കിൽ അതിനർത്ഥം അവരുടെ ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോയി എന്നാണ്. സ്വപ്നങ്ങളിലൂടെ അവർ നിങ്ങളോട് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ പൂർവികരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ പ്രാർത്ഥനയിലൊക്കെ മുഴുകണമെന്നാണ് സ്വപ്നശാസ്ത്രം പറയുന്നത്. ഇനി സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികരുടെ മുഖം സന്തോഷഭാവമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളും പൂർവികർ നിങ്ങളുടെ ജീവിതം കണ്ട് സന്തുഷ്ടരാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ശാന്തമായ ഭാവത്തിലാണ് പൂർവികരെ സ്വപ്നം കാണുന്നതെങ്കിൽ അവർ നിങ്ങൾ സംതൃപ്തരാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവികർ അടുപ്പം കാണിക്കുന്നതായി കണ്ടാൽ, അതായത് സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികരെ നിങ്ങളോട് വളരെ അടുപ്പം കാണിക്കുന്നതായി സ്വപ്നം കാണുകയാണെങ്കിൽ കുടുംബത്തിന്റെ അടുപ്പം ഉപേക്ഷിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ പൂർവികർ കൈ നീട്ടുന്നതായി കണ്ടാൽ, നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ നേരെ കൈ നീട്ടുന്നതായി നിങ്ങൾ സ്വപ്നം എപ്പോഴെങ്കിലും കണ്ടാൽ നിങ്ങൾ വിഷമിക്കുന്നത് കണ്ട് അവർ അസ്വസ്ഥരാണെന്നും അതിനായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്നും അർത്ഥമാക്കുന്നു. ഇനി സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ എന്തെങ്കിലും ആവശ്യപ്പെടുന്ന സ്വപ്നം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യാൻ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ സ്വപ്നത്തിൽ പൂർവികർ മരിച്ചുപോയവർ നിങ്ങൾ തലയ്ക്ക് സമീപം നിൽക്കുന്നതായി കണ്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉടൻ പരിഹരിക്കപ്പെടുമെന്നാണ്. എന്നാൽ അവർ നിങ്ങളുടെ പാദങ്ങൾക്ക് സമീപം നിൽക്കുന്നതായി കാണുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ എന്തോ പ്രശ്നകരമായ അവസ്ഥയിൽ അകപ്പെടുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകം ഏതോ ഒരു പ്രശ്നത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇനി സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളുടെ തലയിൽ വന്ന് തലോടുന്നതായി കണ്ടാൽ അവർ നിങ്ങൾ വളരെ സന്തോഷിക്കുന്നുവെന്നും അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്നു. അവരുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഒഴിഞ്ഞു മാറും എന്നതാണ്. പിന്നെ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പം തെക്കേ ഭാഗത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശത്രു തന്ത്രപരമായ രീതിയിൽ രഹസ്യമായി നിങ്ങളെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു എന്നതിൻ്റെ അർത്ഥമാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ നിങ്ങൾ കാണുന്ന വ്യക്തി പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അസ്ഥിരപ്പെട്ടു പോകുമെന്നും പറയുന്നുണ്ട്. ഇനി വടക്കേ ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ യാത്രക്കിടെ നിങ്ങളുടെ സാധനങ്ങൾ മോഷണം പോയേക്കാമെന്നും പറയുന്നുണ്ട്. അതുപോലെ കിഴക്ക് ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ ദൈവകോപത്തെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ അടുത്ത ഒരാളുമായി നിങ്ങളുടെ ബന്ധം വഷളാകാൻ പോകുന്നതിൻ്റെ സൂചനയാണ്. ഇത് സ്വപ്നമാണ്, സ്വപ്നശാസ്ത്രമാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം. ഓക്കെ.
ഇനി സ്വപ്നത്തിൽ നിങ്ങളുടെ പൂർവികർ നിങ്ങളൊപ്പം നടക്കുന്നതായിട്ട് കണ്ടാൽ നല്ലൊരു സൂചകമാണ്. ഏത് സാഹചര്യങ്ങളിലും നിങ്ങളോടൊപ്പം ഒരാൾ ഉണ്ടെന്നുള്ളതും അതുപോലെ തന്നെ പ്രശസ്തിയിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപ്പൊ എന്തൊക്കെയായാലും സ്വപ്നത്തിന്റെ ശാസ്ത്രമാണ്. അത് എത്രത്തോളം സത്യമാണ് എന്ന് നമുക്കറിയില്ല. ഓരോന്നിനും ഓരോ ശാസ്ത്രമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു സ്വപ്നം കാണുന്നുണ്ട്, ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, അയ്യോ ഈ സ്വപ്നം ഞാൻ നേരത്തെ എവിടെ കണ്ടതുപോലെ, അല്ലെങ്കിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന പോലെ എന്നൊക്കെ നമുക്ക് ഒരു സൂചന ഉണ്ടാകും. എന്തൊക്കെയായാലും ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണാത്ത മനുഷ്യന്മാരില്ല. ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ ശാസ്ത്രമുണ്ട്. അത് ചില മതപരമായി പല ആളുകൾ പറയുന്നുണ്ട്, ശാസ്ത്രപരമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ സത്യമോ മിഥ്യയോ ഒന്നും നമുക്കറിയില്ല. നമുക്ക് അനുഭവത്തിലേക്ക് വരുമ്പോൾ ഓ ശരിയാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, ചിലപ്പോൾ അങ്ങനെ അതിന്റെ സൂചകമാകാം എന്നൊക്കെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. ഇപ്പം പല രീതിയിൽ പല ആളുകൾ പല നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും കാണുന്നുണ്ട്. ഇതിൽ ചിലത് ഫലിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും, ചിലത് ഫലിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കും, ചിലത് നടക്കും, ചിലത് നടക്കാതിരിക്കും. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ തീർച്ചയായും നെഗറ്റീവ് ഉണ്ടായിരിക്കും. സ്വപ്നശാസ്ത്രം ശാസ്ത്രമായി തന്നെ ഇരിക്കട്ടെ. എന്തൊക്കെയായാലും നിങ്ങളുടെ സ്വപ്നങ്ങൾ, നല്ല നല്ല സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്